ഷവോമി Redmi Note 11 സീരീസിൽ ഒരു സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കിയിരിക്കുന്നു, Redmi Note 11S എന്ന പേരിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് Redmi Note 11Sന്റെ വിശേഷങ്ങളാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഒരാഴ്ച മുമ്പ് Redmi Note 11 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരുന്നു. അതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ, ഈവൻ പ്രോസറിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്, ക്യാമറയിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അങ്ങനെ കുറച്ച് മാറ്റങ്ങളോട് കൂടിയാണ് ഇപ്പോൾ Redmi Note 11S പുറത്തിറക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു വർഷം മുമ്പ് Redmi Note 10S പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് സ്മാർട്ട് ഫോണാണ് Redmi Note 11S. അപ്പോൾ നമുക്ക് Redmi Note 11Sൻ്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് ഇതുപോലെ എഴുതിയിരിക്കുന്നു. ഷവോമിയുടെ ലോഗോ എടുത്തിട്ടുണ്ട്. Redmi Note 11S എന്ന് എഴുതിയിരിക്കുന്നു. ബാക്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. Redmi Note 11S ഇതിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് 6GB 128 എന്ന വേരിയൻ്റ് ആണ്, കളർ സ്പേസ് ബ്ലാക്ക്. ഇവിടെ ഒരു പേപ്പർ ബോക്സ്, അതിനകത്ത് പവേർഡ് ബൈ Redmi എന്ന് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ ഇവിടെ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ ഇതിൻ്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ധൈര്യം നമ്മുടെ സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എടുക്കാം, ഫോണിലേക്ക് വരാൻ. കൂടാതെ എന്തുണ്ടെന്ന് നോക്കാം. ബോക്സിനകത്ത് ഇതേ ഒരു പേപ്പർ സെപ്പറേറ്റർ. അപ്പോൾ ഇതിനകത്ത് ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് 33 വാട്ടിൻ്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്, ഫാസ്റ്റ് ചാർജർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകുന്ന വലിയ കാര്യം. അതുപോലെ ചാർജിങ്ങിനുള്ള കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു USB Type-C ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. ഇരിക്കുന്നു Redmi Note 11S. സൂപ്പർ ലുക്ക് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോൺ പുറത്ത് കാണുന്നവരെ ഞാൻ അത്ര ത്രിൽഡ് അല്ലായിരുന്നു ഈ ഒരു ഫോണിനെ കുറിച്ച്. ഇത് കണ്ടപ്പോൾ ഈ ഫോണിനകത്ത് എനിക്കൊരു കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയെന്ന് പറയാതെ വയ്യ. കാരണം നല്ല ഒരു ലുക്ക് ഡിസൈൻ വൈസ് കൊടുത്തിട്ടുണ്ട്. കാരണം Redmi Note 10Sനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി കാണാൻ ബെറ്റർ ലുക്ക് ഇവിടെ Redmi Note 11Sന് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ Redmi Note 10 Pro Maxൻ്റെയൊക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ബാക്കാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതുകൂടി ഒഴിവാക്കി. ആ ഒരു ക്യാമറ മൊഡ്യൂളും ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. മൊത്തത്തിലൊരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ, ഡീസൻറ്റ് ലുക്കിംഗ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തത്തിൽ 4 ക്യാമറകളുണ്ട്. പ്രൈമറി ക്യാമറ വന്നിട്ട് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതും ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കൂടാതെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ. നേരത്തെയൊക്കെ വരുന്ന സ്മാർട്ട് ഫോണുകളിൽ ബാക്കിൽ 4 ക്യാമറകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ കുറഞ്ഞൊരു 3 ക്യാമറയാണ് ട്രെൻഡ്. ചില ഫോണുകൾ ഇപ്പോൾ 2 ക്യാമറയിൽ ഒതുക്കി വീണ്ടും പഴയ പോലെ. പക്ഷേ ഇതിനകത്ത് എന്തായാലും 4 ക്യാമറ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 2 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് സെൻസറും ഈ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും വേണമെങ്കിൽ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്ക് ഒഴിവാക്കാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ Redmi എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ക്യാമറ മൊഡ്യൂൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. മൊത്തത്തിലൊരു ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ എന്തായാലും നൽകിയിട്ടുണ്ട്. ക്യാമറ മൊഡ്യൂളിൽ തന്നെ ഇതുപോലെ 108 MB AI ക്യാമറ എന്ന് എഴുതിയിരിക്കുന്നു. 8.09 mm തിക്നെസ് ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് 179 ഗ്രാമാണ് ഭാരം. ഫോണിൻ്റെ വല സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. താഴെ മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഇടത് സൈഡിലാണ് സിം ട്രേ. ഫോണിൻ്റെ മുകളിൽ ഇതുപോലെ 3.5 mm ഓഡിയോ ജാക്കും, രണ്ടാമത്തെ സ്പീക്കർ ഗ്രില്ലും, അതുപോലെ ഇവിടെ IR ബ്ലാസ്റ്ററും സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു IR ബ്ലാസ്റ്റർ എന്ന് പറയുന്നത് ഷവോമി ഫോണുകളുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. IR ബ്ലാസ്റ്റർ ഇല്ലാത്ത ഷവോമി ഫോൺ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതുള്ളതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോൺ നമ്മളുടെ എയർ കണ്ടീഷണറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷൻ്റെയോ റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് മീ റിമോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഫോണിൻ്റെ സിം ട്രേ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഹൈബ്രിഡ് സിം സ്ലോട്ടാകാം. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഷമവുമില്ല, നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. 6.43 ഇഞ്ചിൻ്റെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുള്ള ഫുൾ HD+ COG G OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിതിനകത്ത് ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. നല്ല മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, നല്ല വൈബ്രൻ്റ്
വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ, നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ. ആ ഒരു LED-യുടെ ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 നിറ്റ്സ് ആണ്. സാധാരണ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളിൽ 700 നിറ്റ്സ് 600 നിറ്റ്സ് ആ റേഞ്ചാണ് വരാറുള്ളത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളിലാണ് 1000 നിറ്റ്സിൽ പുറത്ത് 1200, 1400, 1500 നിറ്റ്സൊക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ വരും. എന്നാലും ഈ ഒരു 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ വിസിബിലിറ്റി യാതൊരു പ്രശ്നമില്ല. നല്ല ബ്രൈറ്റ് സൺലൈറ്റിൽ പോലും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ അറിയേണ്ടത് നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഷവോമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള MIUIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ MIUI 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തെത്തുന്നത്. പക്ഷേ ആൻഡ്രോയിഡ് വെർഷൻ വന്നിട്ട് ആൻഡ്രോയിഡ് 11 ആണ്. ഓർക്കുക, ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 13 പോലും ഫസ്റ്റ് ഡെവലപ്പർ പ്രിവ്യൂ ഔട്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി എങ്കിലും ഇറങ്ങുന്ന ഫോണുകളിൽ ഉറപ്പായിട്ടും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരേണ്ട സമയം അതിക്രമിച്ചെന്ന് പറയേണ്ടിയിരിക്കും. കാരണം ആൻഡ്രോയിഡ് 13 ഫസ്റ്റ് ഡെവലപ്പർ പ്രിവ്യൂ എത്തി. അപ്പോൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് 11 ആണ്. പക്ഷേ എന്നിരുന്നാലും ഒരു പക്ഷേ ഉടൻ തന്നെ ആൻഡ്രോയിഡ് 12-ലേക്കൊരു അപ്ഡേറ്റ് ലഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലൂടൂത്ത് വെർഷൻ 5 സപ്പോർട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് വൈഫൈ കോളിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഷവോമിയുടെ സ്മാർട്ട് ഫോണുകളിൽ മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് 4GB RAM മിനിമം ഉണ്ടാവും. അതുപോലെ സ്റ്റീരിയോ സ്പീക്കർ ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും കൊടുത്തിട്ടുണ്ട്. പ്രൈസ് കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾ പോലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ ആണെങ്കിലും വോളിയത്തിൻ്റെ ആ ഒരു ബാലൻസിങ് പക്കയാണെന്ന് പറയാൻ പറ്റുന്നില്ല. കുറച്ച് കൂടുതൽ ലൗഡായിട്ട് കേൾക്കുന്നത് ബോട്ടം ഫയറിംഗ് സ്പീക്കറിൽ നിന്നാണ്. എന്നിരുന്നാലും ഇതുപോലെ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ പോലും ഷവോമി ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ട് എടുത്ത് പറയട്ടെ. ഈ ഒരു സ്മാർട്ട് ഫോൺ ജിയോ LED ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും മികച്ച ഒരു ഡിസ്പ്ലേ അനുഭവം, മികച്ച ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റീരിയോ സ്പീക്കറും ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ അനുഭവം കൂടി ആകുമ്പോൾ മികച്ച ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് സെൽഫി ക്യാമറ ഇത്തരത്തിലൊരു സെൻറ്റർ പഞ്ച് ഹോളായിട്ടാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, മനോഹരമായിട്ടുള്ള വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 എന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ പരിശോധിക്കുന്നത് 6GB RAM വേരിയൻ്റ് ആണ്. ഈ ഒരു 6GB RAM ഇത്തരത്തിൽ 2GB വരെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ, വെർച്വലി എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. അതുപോലെ ഫയൽ സ്റ്റോറേജിന് UFS 2.2 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. LPDDR4X RAM നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6GB 64GB 6GB 128GB 8GB 128GB എന്നീ 3 വേരിയൻറ്റുകളാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുക. അപ്പോൾ ഈ ഒരു മീഡിയടെക്കിൻ്റെ G96 എന്ന് പറയുന്ന പ്രോസസ്സറിനെ കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ Redmi Note 10Sൽ മീഡിയടെക്കിൻ്റെ G95 എന്ന് പറയുന്ന പ്രോസസ്സറായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു അപ്ഗ്രേഡാണ് G96 എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ Redmi Note 10Sമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സറിലൊരു അപ്ഗ്രേഡ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ക്യാമറ 64 മെഗാപിക്സലിൻ്റെ ക്യാമറ ആയിരുന്നു Redmi Note 10Sൽ. എന്നാൽ ഇവിടെ പ്രൈമറി ക്യാമറ 108 മെഗാപിക്സലിൻ്റെ ക്യാമറയും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ Redmi Note 10Sൽ ഡിസ്പ്ലേ 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ Redmi Note 11Sലേക്ക് വരുമ്പോൾ റിഫ്രഷ് റേറ്റ് 90 Hzലേക്കും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 108 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസർ നല്ല ക്വാളിറ്റി ചിത്രങ്ങൾ തന്നെ നൽകുന്നുണ്ട്. അത് ഷവോമിയുടെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഗുണം കൂടി ഇത്തരം മികച്ച ഫോട്ടോകൾക്ക് പിന്നിലുണ്ടെന്ന് പറയാതെ വയ്യ. കാരണം ഷവോമിയുടെ ഏതൊരു സ്മാർട്ട് ഫോൺ എടുത്താലും മികച്ച ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 108 എന്ന് പറയുന്ന അക്കത്തിലോ അല്ലെങ്കിൽ 64 MB അതിനകത്തൊന്നും അല്ല കാരണം. ആ ഒരു ഫോട്ടോ എടുത്തിട്ട് സോഫ്റ്റ്വെയർ വൈസിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു മെച്ചപ്പെടുത്തലുണ്ട്. അതിനകത്തിരിക്കുകയാണ് മികച്ച ഫോട്ടോകൾ പലപ്പോഴും. അത് ഇത്തരത്തിൽ ഷവോമിയുടെ റെഡ്മി ഫോണുകളിലും ഷവോമി ഫോണുകളിലെല്ലാം മികച്ചത് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഇവിടെയും മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. ഇതിൽ 108 മെഗാപിക്സലിൻ്റെ സെൻസർ വെച്ച് മികച്ച സെൽഫി ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എടുക്കാനായിട്ട് ഇത്തരത്തിലൊരു സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അത് ഒരുപാട് വലിയ സൈസൊന്നുമല്ല, ഒരു ചെറിയ കടുകുമണി വലുപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ അനുഭവത്തെ അതൊട്ടും മറക്കുന്നില്ല എന്ന് പറയട്ടെ. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഇത്തരത്തിൽ 1080 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് മാക്സിമം റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരു 4K റെസൊല്യൂഷൻ വീഡിയോ കേപ്പബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്രോ വീഡിയോകൾ ഷൂട്ട് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ്. ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ
5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 33 വാട്ടിൻ്റെ ചാർജർ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് റെഡ്മി നോട്ട് 11S എന്ന ഫോണിൻ്റെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ, ഈ ഒരു അൺബോക്സ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയപ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇമ്പ്രസ്ഡ് ആണ്. അതുപോലെ ഇതിൻ്റെ മൊത്തത്തിലൊരു ഡിസൈൻ കൊള്ളാം, കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു ഡിസൈനാണ്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി സൈഡ് 5000 mAh വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഓക്കെയാണ്. അതുപോലെ ഇതിൻ്റെ ക്യാമറ 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറുമായിട്ട് വരുന്നു, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസർ ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ചൊരു ക്യാമറ സെറ്റപ്പും ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ യൂസേഴ്സ് നോക്കുന്ന ചില കാര്യങ്ങൾ അല്ലേ, അതെല്ലാം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളൊരു കുറവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. മീഡിയടെക്കിൻ്റെ G96 എന്ന ഒരുവിധം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ്, പക്ഷേ അതൊരു 4G പ്രോസസ്സറാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ 5G റോൾ ഔട്ടായി വരാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ വിജയത്തെ ആശ്രയിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു 1-1.5 വർഷം കൊണ്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ 5G എത്തിയേക്കും. ആ എത്തുന്ന 5G എന്ന് പറയുന്നത് മുംബൈ, ഡൽഹി എന്ന് പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിലായിരിക്കും. പക്ഷേ നമ്മളൊക്കെ താമസിക്കുന്നത് കുറച്ച് ഉള്ള ഏരിയകളിലാണെങ്കിൽ അവിടെയൊക്കെ 5G എന്നെത്തും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അല്ലേ, എത്ര സമയം എടുക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയും അത്തരം ഇപ്പം നിലവിലൊരു 5G അത്യാവശ്യമില്ല എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോണാണ് ഷവോമിയുടെ റെഡ്മി നോട്ട് 11S. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം മാത്രം, ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.